വിശദമായി സ്വർണ്ണമോഷണ വിവാദത്തോടെ ഇളക്കം തട്ടിയിട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ സർക്കാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ ഉടൻ പ്രഖ്യാപിക്കും. ദേവസ്വം മന്ത്രി തീരുമാനമറിയിച്ചതായും തിങ്കളാഴ്ച ഉത്തരവ് പുറത്തിറങ്ങുമെന്നുമാണ് പ്രതീക്ഷയെന്നും കെ ജയകുമാർ. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ച ഒരു ഓർഡർ ഇറങ്ങുമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കിടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ മണ്ഡലകാലം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. വിവാദങ്ങൾക്കിടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും ജയകുമാർ പ്രതികരിച്ചു. എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും വകുപ്പും സർക്കാർ മുഴുവനായും വലിയ തരത്തിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിലവിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് സാധാരണയായി നടക്കാറുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പരിചയസമ്പന്നനായ IAS ഉദ്യോഗസ്ഥനായിരുന്ന കെ ജയകുമാറിന്റെ പേര് മന്ത്രിസഭയുടെ പരിഗണനയിൽ വരുന്നത് ഒരുപക്ഷെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനം, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിവാദങ്ങളെ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു ആയുധമായി മാറുന്ന തരത്തിലേക്ക് ഈ കെ ജയകുമാർ എന്ന പേര് മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത്തരത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അപസ്വരങ്ങളെയും എതിർസ്വരങ്ങളെയും എല്ലാം കൃത്യമായി തന്നെ ഈ ഒരു തീരുമാനത്തിലൂടെ മറികടക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിൽ കെ ജയകുമാർ എന്ന ഒറ്റ പേരിലേക്ക് മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ CPF സെക്രട്ടേറിയറ്റൊക്കെ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ തിങ്കളാഴ്ചയായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി നിയമിക്കാനുള്ള തീരുമാനത്തിലൂടെ അത്തരമൊരു പേരിലേക്ക് എത്തിയതിലൂടെ നിലവിലെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ സംശയത്തിന്റെ വലിയ പുകമറയിലായിരുന്നു. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ നിന്ന് PS പ്രസാദ് നയിക്കുന്ന ബോർഡിനോ ഭാരവാഹികൾക്കൊന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഭരണസമിതിയുടെ തലപ്പത്തേക്ക് കെ ജയകുമാറിനെ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അതിൽ ലക്ഷ്യം മറ്റൊന്നുമല്ല, 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ വിശ്വാസികളുടെ പ്രശ്നങ്ങളെയും വിശ്വാസത്തെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സർക്കാരിന്റേത് എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച്, ഇടത് മുന്നണിയെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വരുന്ന മണ്ഡലകാലം സുഗമമായി നടത്തുന്നതിനു വേണ്ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏത് തരത്തിലുള്ള ഇടപെടലാകും നടത്തുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ SIT. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സന്നിധാനത്ത് മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. തിങ്കളാഴ്ച വരെയാണ് പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി. അതേസമയം വാതിൽപ്പാളി മോഷണ കേസിലെ 3ാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിനെതിരെ വൈകാതെ തുടർ നടപടികൾ ഉണ്ടായേക്കും. ശബരിമലയിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കടത്താണ് നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനാവില്ല. മോഷണം മുഴുവൻ നടന്നത് ഇടതു സർക്കാരിന്റെ കാലത്താണ്. ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികളെന്നും ചെന്നിത്തല. ജയകുമാർ നല്ല ആളാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണ് ഇവർ. ഇപ്പോൾ
ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി. അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിന്റെ പിന്നിലുള്ളത്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണ കൊള്ള, അതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്. അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ ജീവനക്കാർ 2-3 പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കുതിച്ച് വന്ദേ ഭാരത്. കേരളത്തിന്റെ 3ാം വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതുൾപ്പെടെ 4 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് വാരാണസിയിൽ പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചത്. एर्नाकुलम, बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है। आइए जोरदार तालियों के माध्यम से इन सौभाग्यशाली क्षणों का स्वागत, अभिनंदन करें। भारत माता की, भारत माता की, भारत माता की। आज भारत के रेल इतिहास में एक और स्वर्णिम अध्याय जुड़ गया है। जोरदार तालियों से इन ऐतिहासिक क्षणों का अभिनंदन करें। രാജ്യത്താകെ 160 വന്ദേ ഭാരത് സർവീസ് നടത്തുന്നതായും അടിസ്ഥാന സൗകര്യ വികസനം വികസിത സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതായും മോദി പറഞ്ഞു. आज देश के अलग अलग हिस्सों में नई वंदे भारत ट्रेनों की शुरुआत हो रही है। काशी से खजुराहो वंदे भारत के अलावा फिरोजपुर दिल्ली वंदे भारत, लखनऊ सहारनपुर वंदे भारत और एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है। इन 4 नई ट्रेनों के साथ ही अब देश में 160 से ज्यादा नई वंदे भारत ट्रेनों का संचालन होने लगा है। मैं काशी वासियों को, सभी देशवासियों को इन ट्रेनों की बहुत बहुत बधाई देता हूं। साथियों, आज वंदे भारत, नमो भारत और अमृत भारत जैसी ट्रेनें भारतीय रेलवे की अगली पीढ़ी की नींव तैयार कर रही है। എറണാകുളം ബംഗളൂരു സർവീസ് ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകും. ചെയർകാർ നിരക്ക് 1655 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാർ നിരക്ക് 3015 രൂപയുമാണ്. നവമി ദിനേശിന്റെ റിപ്പോർട്ട് കാണാം. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് യാത്ര തുടങ്ങുമ്പോൾ ഇതിലെ യാത്രക്കാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് ഇന്നത്തോടെ യാഥാർത്ഥ്യമാകുന്നത്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ബംഗളൂരുവിലേക്കും എറണാകുളത്തേക്കുമൊക്കെ പോയി വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത ഈ ചടങ്ങിൽ കേരളത്തിൽ ഈ എറണാകുളം ജില്ലയിൽ സുരേഷ് ഗോപി എംപിയും അതോടൊപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. നേതാക്കന്മാരും ഒപ്പം രാഷ്ട്രീയ പ്രമുഖരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഈ വന്ദേ ഭാരത് ട്രെയിനിനുള്ളിൽ ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളാണുള്ളത്. മാധ്യമപ്രവർത്തകരുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം സുരേഷ് ഗോപി എംപി ഉണ്ട്. അങ്ങനെ നിരവധി പേര്, ഈ റെയിൽവേ ജീവനക്കാരുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷം തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. നമ്മളോടൊപ്പം കുറച്ച് കൂട്ടുകാരുണ്ട്. അവരോട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ചോദിക്കാം. ഹലോ, എല്ലാരും ഏത് ക്ലാസ്സിലേക്കാ പഠിക്കുന്നത്? 7th. ഒരു പാട്ട് പാടിയല്ലോ നമുക്ക്. എന്നാ തുടങ്ങിക്കോ. 1 2 3 വന്ദേ മാതരം, വന്ദേ മാതരം, സുഫലാ സുജലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം, വന്ദേ മാതരം, ശൂദ്ര ശൂദ്ര ഉദയിദയാ
താങ്ക് യു അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് പാടി എല്ലാവരും. പറയൂ, എങ്ങനെയുണ്ട് വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറി? സൂപ്പറാണ്. ഇനി വന്ദേ ഭാരതി കയറും. ഇനി വീട്ടുകാരുടെ കൂടെ ഇനി എന്താ നിങ്ങള് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്? അടുത്ത് തന്നെ പോണം അല്ലേ? ഫ്രണ്ട്സുമായിട്ട് പോണോ ഫാമിലി ആയിട്ട് പോണോ? അപ്പൊ ഇനിയിപ്പോ സൗകര്യം പോയി വരാല്ലോ. എന്നാലും ഇനിയും ഇതുപോലുള്ള ട്രെയിനുകൾ നമുക്ക് വേണം അല്ലേ? സാധാരണ ട്രെയിനിൽ കയറിയിട്ടില്ലേ? ആ ട്രെയിനിൽ വെച്ച് നോക്കുമ്പോ ഇത് സൗകര്യമാണ്. എന്തായാലും കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ഇനിയും ഇവർ ഇതുപോലെയുള്ള ഒരുപാട് വന്ദേ ഭാരതിൽ കയറാനുള്ളൊരു ഭാഗ്യമുള്ള കുട്ടികൾ തന്നെയാണ്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പുതിയ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ RSS ഗണഗീതം ആലപിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ ദക്ഷിണ റെയിൽവേ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ സന്തോഷത്തിന്റെ ഗാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് വീഡിയോ പങ്കുവച്ചത്. വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച വന്നതോടെ വീഡിയോ നീക്കം ചെയ്തു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. റെയിൽവേയെ പോലും വർഗീയ രാഷ്ട്രീയ പ്രചാരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ദേശഭക്തി ഗാനം എന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാവുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണെന്നും മുഖ്യമന്ത്രി. പുതിയ വന്ദേ ഭാരത് ട്രെയിനിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പ്രതീകാത്മക ഭരണഘടനയുമായിട്ടായിരുന്നു പ്രതിഷേധം. തുടർന്ന് പ്രവർത്തകർ ദേശീയഗാനം ആലപിച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയ്ക്ക് പാലക്കാട് ഒരുക്കിയ സ്വീകരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് BJP നേതാക്കൾ ഇറങ്ങിപ്പോയി. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറും മറ്റ് BJP പ്രവർത്തകരുമാണ് പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. പാലക്കാട് ഡിവിഷൻ അധികൃതരാണ് പാലക്കാട് സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് സ്വീകരണം ഒരുക്കിയത്. രാഹുലിന് പ്രത്യേക ക്ഷണമില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചടങ്ങിലേക്ക് രാഹുലും അനുയായികളും എത്തുകയായിരുന്നു. ഇതാണ് BJP നേതാക്കളെ പ്രകോപിപ്പിച്ചത്. സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ നിലപാട് മാറ്റി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ലൈംഗികാരോപണം നേരിടുന്ന കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ എത്തിയതിൽ അതൃപ്തിയും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ജനപ്രതിനിധിയെ നിയമപരമായി വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. രാഹുൽ സ്വയം മാറി നിൽക്കണമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പാലക്കാട് വേദി പങ്കിട്ടതിൽ യാതൊരു പ്രശ്നവും തോന്നുന്നില്ലെന്നായിരുന്നു വിമർശനങ്ങൾക്ക് നേരത്തെ മന്ത്രി നൽകിയ മറുപടി. മെട്രോ നഗരമാകാൻ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത്. 31 കിലോമീറ്ററിൽ 27 സ്റ്റോപ്പുകളാണ് അനുവദിച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. തിരുവനന്തപുരം മെട്രോയിലെ പ്രധാന സ്റ്റോപ്പുകളും പാതയും ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മെട്രോ സിസ്റ്റത്തിനാണ് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അതിൻ്റെ അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരമേഖലയുടെ എല്ലാ ഹൃദയഭാഗങ്ങളെയും ഈ മെട്രോ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഔട്ടർ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. മൊത്തം 31 കിലോമീറ്ററിൽ 27 സ്റ്റേഷനുകൾ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കൊച്ചി മെട്രോ ആദ്യം വന്ന സമയത്ത് അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആയിരുന്നു. മൊത്തം സ്റ്റേഷനുകളുടെ എണ്ണം 23 ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് തലസ്ഥാനത്തിലേക്ക് വന്നപ്പോഴേക്കും അതിലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. മൊത്തം ആദ്യഘട്ടത്തിലെ ദൈർഘ്യം എന്ന് പറയുന്നത് 31 കിലോമീറ്റർ ആണ്. മൊത്തം 27 സ്റ്റേഷനുകളുമുണ്ട്. ഇത് ആരംഭിക്കുന്നത് പാപ്പനംകോട് നിന്നാണ്. പാപ്പനംകോട് ഇതൊരു മൊബിലിറ്റി ഹബ്ബാണ്. അവിടെ നിന്ന് മെട്രോ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് കൈമനം,
കരമന, കിള്ളിപ്പാലം തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് പിന്നെ ഒരു മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ തമ്പാനൂർ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്കും ഈ മെട്രോ സ്റ്റോപ്പിൽ നിന്ന് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നീട് അവിടെ നിന്ന് തലസ്ഥാനത്തെ ഇപ്പോൾ ദിവസവും ഒരുപാട് തിരക്ക് വരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നുണ്ട്, പിന്നെ പാളയത്തിലേക്ക് പോകുന്നുണ്ട്. പാളയത്ത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കോളേജ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഒരുപാട് ആശ്രയിക്കാൻ സാധിക്കുന്ന സ്റ്റേഷനാണ്. പിന്നെ അവിടെ നിന്ന് പട്ടം, മുറിഞ്ഞപാലം തുടങ്ങി പിന്നെ അടുത്ത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മൊബിലിറ്റി ഹബ്ബാണ്. പാപ്പനംകോട് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൊബിലിറ്റി ഹബ്ബ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. പിന്നീട് ഉള്ളൂരിലേക്ക് പോകുന്നുണ്ട്. ഉള്ളൂർ പുതിയ മേൽപ്പാലം വരുന്നുണ്ട് മെട്രോയുടെ ഭാഗമായിട്ട്. പിന്നീട് അവിടെ നിന്ന് ഇത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. പിന്നീട് ഈ മെട്രോയുടെ ഒരു പോക്കെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ ഹൃദയഭാഗം കഴിഞ്ഞ് ഒരു ഔട്ടർ സിറ്റിയിലേക്കാണ് പോകുന്നത്, അതായത് ബൈപ്പാസ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത് കാര്യവട്ടം കടന്ന് പിന്നീട് ടെക്നോ പാർക്കിലേക്ക് കടക്കുകയാണ്. ടെക്നോ പാർക്ക് ഫേസ് 1, ഫേസ് 3, ഫേസ് 2 ഈ മേഖലകളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷനുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവിടെ നിന്ന് വീണ്ടും അത് താഴേക്ക് വരികയാണ്. പിന്നെ ആക്കുളം, പിന്നീട് കൊച്ചുവേളിയിൽ ഒരു സ്റ്റോപ്പുണ്ട്. കൊച്ചുവേളി എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കും പ്രധാനമായിട്ട് ഇവിടെ നിന്ന് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നീട് അത് വീണ്ടും താഴേക്ക് വരുമ്പോൾ ചാക്ക കഴിഞ്ഞ് പിന്നീട് തിരുവനന്തപുരം എയർപോർട്ട് ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ്. തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർക്ക് ഈ സ്റ്റോപ്പ് അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈഞ്ചക്കൽ ഹബ്ബിലാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്. ഈഞ്ചക്കൽ മറ്റൊരു മൊബിലിറ്റി ഹബ്ബാണ്. അതുപോലെ തന്നെ കാര്യവട്ടവും ഇതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മൊബിലിറ്റി ഹബ്ബായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നഗരത്തിലെയും അതുപോലെ തന്നെ ഔട്ടർ സിറ്റിയിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം തുടങ്ങിയിട്ടുള്ളവ അത് ഇന്നലെ മുഖ്യമന്ത്രി പങ്കുവച്ച മാപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പാപ്പനംകോട് നിന്ന് പിന്നീട് തെക്കൻ മേഖലയിലേക്ക് നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത ഘട്ടം ഇതിൻ്റെ പദ്ധതിയിലുണ്ട്. അതുപോലെ തന്നെ കാര്യവട്ടത്ത് നിന്ന് പിന്നെ വടക്കൻ മേഖലകളായിട്ടുള്ള ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു പദ്ധതിയുണ്ട്. പിന്നീട് ഈഞ്ചക്കൽ നിന്ന് പിന്നീട് വീണ്ടും തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ 2-3 ഘട്ടങ്ങൾ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ചെറുനഗരങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ തന്നെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും തെറ്റായി പറയുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആണെന്നുള്ളത്. എന്നാൽ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ സ്റ്റാറ്റസിൽ നിന്ന് അത് മാറ്റി സാധാരണ കൺവെൻഷണൽ മെട്രോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നിരുന്നു. കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു പഠനം അനുസരിച്ചായിരുന്നു ഇതിനെ ലൈറ്റ് മെട്രോ സ്റ്റാറ്റസ് നൽകാനായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നടത്തിയിട്ടുള്ള പഠനത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് അതിവേഗം വളരുന്ന നഗരമായി കണ്ടെത്തുകയും ഈ തിരുവനന്തപുരം മെട്രോയ്ക്ക് ഒരു കൺവെൻഷണൽ മെട്രോ, അതായത് കൊച്ചിയിലൊക്കെ ഉള്ളതുപോലെ ഒരു സാധാരണ കൺവെൻഷണൽ മെട്രോ എന്ന് പറയുന്ന പദവി നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ളത് മോണോ റെയിലോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോയോ അല്ല, നോർമൽ മെട്രോ റെയിൽ തന്നെയാണ്. ഇനി ഇത് എന്ന് വരും എന്നുള്ള കാത്തിരിപ്പാണ്. DPR ഉൾപ്പെടെ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. തിരുവനന്തപുരം മെട്രോ നിർമ്മാണം അതിവേഗം നടക്കുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാകും നിർമ്മാണം. 1 മാസത്തിൽ DPR തയ്യാറാക്കും. കൊച്ചിയേക്കാൾ തിരുവനന്തപുരത്തെ മെട്രോ സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുള്ളതാകും എന്നാണ് ലോക്നാഥ് ബെഹ്റ പറയുന്നത്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. തലസ്ഥാന നഗരിലെ ഒരു മെട്രോ സംവിധാനം ഉണ്ടാക്കണം, ഒരു പല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കുറെ വർഷമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അലൈൻമെന്റ് നമ്മുടെ നിശ്ചയിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇതില് ഇപ്പോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അല്ലേ കുറച്ച് ഇപ്പോൾ മാറ്റങ്ങൾ വരും. കാരണം ഇതിന്റെ അലൈൻമെന്റ് കുറച്ചുകൂടെ ചേഞ്ച് ആയി. അപ്പോ അത് എത്ര പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ DMRCക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പെട്ടെന്ന് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ. ഒരു മാസം 1.5 മാസം അകത്തെ നമുക്ക് DPR കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് ശേഷം മാത്രം ഈ പണികൾ തുടങ്ങാൻ സാധിക്കും. തിരുവനന്തപുരം മെട്രോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത് പിണറായി വിജയൻ നൽകുന്ന വാഗ്ദാനമാണ്. പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തിയാക്കിയിരിക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് അവഗണനയുണ്ടായിട്ടും നിർമ്മാണം നടക്കുമെന്നും മന്ത്രി. നാഷണൽ ഹൈവേ ആയിരുന്നാലും മലയോര ഹൈവേ ആയിരുന്നാലും അതുപോലുള്ള
നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. മെട്രോ റെയിലും അതേപോലെ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് പൂർത്തീകരിച്ച് കളയുമല്ലോ എന്ന ആശങ്ക കൊണ്ടാണ് അതിനെ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല. ഇത് പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിക്കും. അത് പിണറായി വിജയൻ കൊടുക്കുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ആഭിചാരക്രിയയ്ക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിൽ. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിൽ. കോട്ടയം മണർക്കാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ്, അച്ഛൻ ദാസ്, ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഖിൽദാസിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറിയെന്നാരോപിച്ചായിരുന്നു ആഭിചാരക്രിയ. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കോട്ടയത്ത് നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ആഭിചാരക്രിയയുടെ ഭാഗമായി യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ അതിൽ കേസിലായ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമാണ് ഇന്ന് പുറത്തുവരുന്നത്. അതായത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ മാസം 2-നായിരുന്നു. അതായത് യുവതിക്ക് മേൽ ബാധ കയറിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുന്നത്. ഈ യുവതിയുടെ ഭർത്താവും ഒപ്പം തന്നെ ഭർത്തൃപിതാവും ഒപ്പം തന്നെ ഈ ഭർത്താവിന്റെ സഹോദരിയും അമ്മയും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി യുവതിക്കെതിരെ സ്വീകരിക്കുകയും ചെയ്തത്. ഈ മാസം 2-ന് രാവിലെ ഈ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ശിവദാസ് എന്ന വ്യക്തി ഈ ആഭിചാരക്രിയയുടെ ഭാഗമായി വീട്ടിലേക്ക് എത്തുന്നു. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ ആഭിചാരക്രിയകൾ ഈ വീട്ടിൽ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ ദേഹത്ത് ബാധയുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചെന്ന് ഇവര് പറഞ്ഞു, മദ്യപിച്ച് ബീഡി വലിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ പോലെ തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. ഒരു 12 മണിയായി കാണും എൻ്റെ ദേഹത്ത് പൂജ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞത് 2 മണിയൊക്കെ ആയി കഴിഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു നെറ്റിയിൽ പാട്. ഇതിനിടെ ഈ യുവതിയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും ഒപ്പം തന്നെ ബീഡി വലിപ്പിക്കുകയും കൂടാതെ ശരീരങ്ങളിൽ പല ഭാഗങ്ങളിലും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സമയം ഈ ഭർത്താവിൻ്റെ സഹോദരി ഈ ദൃശ്യങ്ങളൊക്കെ പൂർണ്ണമായും മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഈ ക്രൂരമായ പീഡനമേറ്റതിന് ശേഷം യുവതിയുടെ മാനസിക നില തന്നെ പൂർണ്ണമായും തെറ്റുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. തുടർന്നാണ് യുവതിയുടെ വീട്ടുകാർ ഈ വിവരം അറിയുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പോലീസ് ഈ മണ്ണർക്കാട് പോലീസിലാണ് ഈ യുവതിയുടെ മാതാപിതാക്കൾ പരാതി നൽകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതിയുടെ ഭർത്താവിനെയും ഒപ്പം തന്നെ ഭർത്തൃപിതാവിനെയും ഈ ശിവദാസ് എന്ന ആഭിചാരക്രിയയ്ക്ക് വഹിച്ച ആ വ്യക്തിയെയും പത്തനംതിട്ട സ്വദേശിയെയും അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. മറ്റ് 2 പേരെയും അതായത് ഈ സഹോദരൻ്റെ അതായത് ഈ യുവതിയുടെ ഭർത്താവിൻ്റെ സഹോദരിയെയും ഒപ്പം തന്നെ അമ്മയും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ ഒളിവിൽ പോയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവരെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽദാസ് എന്ന വ്യക്തി അതായത് കോട്ടയം മണ്ണാർക്കാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ് ഒപ്പം തന്നെ ഇയാളുടെ പിതാവ് ദാസ് എന്നിവർ അതോടൊപ്പം തന്നെ ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തുടർ നടപടികൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ആഭിചാരക്രിയയുടെ ഭാഗമായി മറ്റെവിടെയെങ്കിലും ഇതേ രീതിയിലുള്ള നടപടികൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായ വഴിത്തിരിവായത്. ഈ ദൃശ്യങ്ങൾ ഈ സഹോദരി പകർത്തുകയും അത് പിന്നീട് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഈ കേസ് അന്വേഷിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ പകർത്തി വിവരം പോലീസ് അറിയുകയും തുടർന്ന് ഈ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ വീണ്ടും അത് ബാക്കപ്പിലൂടെ തിരിച്ചെടുക്കുകയും ചെയ്തതിലാണ് ഈ ക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതായാലും കോട്ടയത്തെ ഈ ഒരു ആഭിചാരക്രിയയുടെ ഭാഗമായി യുവതി നേരിട്ട പീഡനം അത് അതിക്രൂരമായിട്ടുള്ളതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനമാണ് യുവതി ഏറ്റുവാങ്ങുകയും ചെയ്തത്. എന്തായാലും നിലവിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുക വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ ഉൾപ്പെടെയുള്ളവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വേണു തറയിലാണ് കിടന്നിരുന്നതെന്നും പ്രാകൃതമായ നിലവാരമാണിതെന്നും
ഹാരിസ് ചിറക്കൽ തുറന്നടിച്ചു. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ചിറക്കൽ. നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷ്യറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷ്യറി കെയർ സെന്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. വേണുവിലെ തറയിലാണ് കടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നിരുന്ന വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏത് പ്രാകൃത നടപടിയാണ് ഇത്, വേണുവിനെ നിലത്ത് കിടത്തിയാണ് ചികിത്സിച്ചിരുന്നത്, എങ്ങനെ ഒരു ആധുനിക സമൂഹത്തിൽ ഇങ്ങനെ ചികിത്സ നൽകാനാവും, ഇതൊരു പ്രാകൃത സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. ഇത് താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉള്ള വിഷയം തന്നെയാണ്. നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല, അവിടെയൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ കൂടെ ഒരുക്കണം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതാണ് വലിയ തരത്തിൽ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നത്. അത് താൻ നേരത്തെയും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആണ് എന്നുകൂടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെച്ചത്. അതായത് വലിയ തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവിടെ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല. നേരത്തെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയായിരുന്നു വേണു. അത്തരത്തിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണം സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് അതൊരു ചികിത്സാ പിഴവായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് കാർഡിയോളജി വിഭാഗം മേധാവി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിനു പിന്നാലെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19-കാരി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. വീണ്ടും ആന്തരിക രക്തസ്രാവം ഉണ്ടായോ എന്നറിയാനുള്ള പരിശോധന വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ ചികിത്സ തുടരുന്നത്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. എറണാകുളം എളമക്കരയിൽ ചങ്ങമ്പുഴ പാർക്കിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശികളായ ഫാറൂൺ ഷാജി, മുനീർ എന്നിവരാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോട് കൂടിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. 2 പേരാണ് അപകടത്തെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഹാറൂൺ അതുപോലെ മുനീർ എന്നീ 2 പേർ 2 വിദ്യാർത്ഥികളാണ്. വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു. മറ്റു 2 പേരെയും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കുകളോടെ ICUവിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. 2 പേരും അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴ സ്വദേശികളായ ഹാറൂൺ ഷാജിയും മുനീറുമാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം, അതായത് എയർപോർട്ടിലേക്ക് പോകാനുള്ള യാത്രാമധ്യേ വഴി തെറ്റിയാണ് അരൂർ ബൈപ്പാസ്, ഇടപ്പള്ളി ബൈപ്പാസ് കയറിയ ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു വാഹനം എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഉറങ്ങിപ്പോയതാണോ, അതേസമയം വാട്ടർ അതോറിറ്റിയുടെ മറ്റൊരു കുഴി അടുത്തുണ്ട്. ആ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റിയാണ് മെട്രോ പില്ലറിൽ ഇടിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. എന്തായാലും വലിയ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. എയർ ബാഗ് ഉൾപ്പെടെ ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാകത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. സ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഈ മരിച്ച 2 പേരും വിദ്യാർത്ഥികളാണ്. അതുപോലെ ഹാറൂൺ ഷാജി, മുനീർ എന്നിവരാണ് മരിച്ചത്. അതുപോലെ യാക്കൂബ്, ആദിൽ എന്നിവരാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ളത്. ഈ വാട്ടർ അതോറിറ്റിയുടെ കുഴി കുറേ കാലമായി നികത്താതെ കിടക്കുന്ന സാഹചര്യവും നാട്ടുകാർ വലിയ പരാതി ഉന്നയിക്കുന്നുണ്ട്. കാരണം നിരവധി അപകടങ്ങൾ ഇപ്പോൾ ഇത് വലിയ ദുരന്തത്തിലേക്ക് മാറി. നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന്. ഈ കുഴിയിൽ വീണ് തന്നെ പലപ്പോഴും ഇത്തരം ആളുകൾ, യാത്രക്കാർ ശ്രദ്ധിക്കാത്ത കുഴികളൊക്കെ റോഡിൽ ഇത്തരം അപകടത്തിലേക്ക് നയിക്കുകയും അത്
വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് അത്തരം അശ്രദ്ധമായ ചില നീക്കങ്ങളൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള നിരന്തര പരാതിയുമുണ്ട്. ആ പരാതിയുടെ ഒരു ഒടുവിലത്തെ ഇര എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടമുണ്ടാക്കി നിർത്താതെ പോയ കാറിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. പ്ലാച്ചേരിയിൽ റോഡിന് സൈഡിലെ പെട്ടിക്കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. പരാതിയെ തുടർന്ന് കാർ തടയാൻ ശ്രമിച്ച SI റിയാസിന്റെ കയ്യിലും ഇടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. തുടർന്ന് ഇവരെ ഐക്കരക്കോണം ഭാഗത്തു നിന്നാണ് പിന്തുടർന്ന് പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന കാര്യറ സ്വദേശികളായ ഷമീർ, ഷംനാഥ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുറ്റപ്പുഴ സ്വദേശി റിജു പി എബ്രഹാമാണ് മരിച്ചത്. രാവിലെ 8:30 മാടമുക്ക് ജംഗ്ഷൻ സമീപത്തായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ തൃക്കുടിത്താനം സ്വദേശി വിഷ്ണു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം മെഡരിക്കാട് ദേശീയപാതയിൽ മദ്യലഹരിയിൽ ബൈക്കിൽ യുവാവിന്റെ പരാക്രമം. തിരൂർ കൂട്ടായി സ്വദേശിയായ മുഹമ്മദ് ഹാരിസാണ് മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചത്. എടരിക്കോട് മുതൽ കക്കാട് വരെയാണ് ഇയാൾ അതിസാഹസികമായി ബൈക്ക് ഓടിച്ചത്. മുഹമ്മദ് ഹാരിസിനെ നാട്ടുകാർ പിടികൂടി യുവാവിന് തിരൂരങ്ങാടി പോലീസിന് കൈമാറി. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിയ്യൂർ ജയിലിന് സമീപത്തു നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട്ടിൽ. കേരള പോലീസും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും സംയുക്തമായാണ് രാമേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ഇയാളുടെ ഭാര്യയും അടുത്ത ബന്ധുക്കളും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട് പോലീസ് തിങ്കളാഴ്ചയാണ് ബാലമുരുകനെ വിയ്യൂരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ വിയ്യൂരിലേക്ക് കേരള പോലീസിലേക്ക് കൈമാറും മുമ്പ് തന്നെയാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. ഇയാൾക്ക് വേണ്ടി അന്നേ മുതൽ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് എവിടേക്ക് പോയതെന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമായിരുന്നില്ല. ഇതിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനാണ് അതിൻ്റെ ഒരു സാധ്യതയെന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ തമിഴ്നാട്ടിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. അത് പ്രധാനമായും തന്നെ ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്നുമാണ് ഈ ഫോൺ സന്ദേശം എത്തിയതെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച ഈ വന്ന ഫോൺ സംബന്ധിയായ കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അതൊരു വഴിയാത്രക്കാരനിലാണ്. ഇത് വഴിയാത്രക്കാരൻ്റെ ഫോൺ വാങ്ങിച്ചാണ് ഇയാൾ വിളിച്ചിരിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യം വീട്ടിൽ പറയാനുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞ് ഒരാൾ ഫോൺ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ഈ ഫോണിൻ്റെ ഉടമ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തെങ്കാശിയിലുള്ള ഇയാളുടെ ഭാര്യയെ ബാലമുരുകൻ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തെങ്കാശിയെ കിളിനീച്ചി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ബാലമുരുകൻ്റെ ഈ കുടുംബം താമസിക്കുന്നത്. അമ്മൻകോവിൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഏതാണ്ട് പോലീസ് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്താനുള്ളൊരു സാധ്യത അത് കൂടുതലാണ് എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ മെയ്യിൽ ഇയാൾ രക്ഷപ്പെടുമ്പോൾ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് ഈ സ്ഥലത്തേക്ക് എത്തുകയും വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ബൈക്ക് സഹോദരന് നൽകിയെന്നാണ് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ സമാനമായ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇയാളുടെ രക്ഷപ്പെടലും പിന്നീട് കുടുംബത്തെ വിളിക്കലുമാണ് ചെയ്യുന്നത്. പതിവായിട്ട് കുടുംബത്തിൽ ഭാര്യയും അല്ലെങ്കിൽ സഹോദരനെയുമാണ് ഇയാൾ ബന്ധപ്പെടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇവർ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നിരീക്ഷണം തുടരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച് അടക്കം കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. 52ഓളം കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ കൊടുംകുറ്റവാളിയാണ്. ഒരു കേസിൻ്റെ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പക്ഷേ തിരിച്ച് ഇവിടെ കേരള പോലീസിലേക്ക് എത്തുമ്പോൾ വിയ്യൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് പോലീസിന് കൈമാറും മുൻപ് തന്നെയാണ് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ ഉദാസീനതയും അലംഭാവവും കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിനനുസരിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിൽ അന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്ന സംഘത്തിലെ പോലീസുകാരെ അടക്കം സസ്പെൻഷൻ നടപടികൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇയാൾ തമിഴ്നാട്ടിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് തെങ്കാശി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേരള പോലീസിൻ്റെ അടക്കമുള്ള അന്വേഷണം തുടരുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ജസ്നയുടേത് ഉൾപ്പെടെ 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതിയിലാണ് കേസ്.
ക്ഷേത്രത്തിനകത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയതിനെ തുടർന്ന് ജസ്ന സലീമിനും _Bright എന്ന ഇൻസ്റ്റാഗ്രാമിനുമെതിരെ പോലീസ് നടപടികൾ തുടരുകയാണ്. ഈ അക്കൗണ്ടുകൾക്കെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരാതി നൽകിയിരിക്കുന്നത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഗുരുവായൂർ നടപ്പന്തൽ ഉൾപ്പെടെ വീഡിയോ ചിത്രീകരണം പാടില്ല എന്നുള്ളത്. നേരത്തെയും ഇത്തരത്തിലൊരു പ്രശ്നം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബർ ഇവിടെ ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണങ്ങൾ, റീൽസ് ചിത്രീകരണങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിലല്ലാതെ പാടില്ല എന്നുള്ളതാണ് നിയമം. അത് ഹൈക്കോടതി ഉത്തരവിലും ഉള്ളതാണ്. അതേസമയം ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്ന സലീമിൻ്റെയും _Bright എന്നീ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പരാതികൾ എത്തിയിരുന്ന ഒരു സാഹചര്യത്തിലാണ്, അതായത് പടിഞ്ഞാറേ നടയിലാണ് ഇപ്പോൾ റീൽസ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ നടപ്പന്തൽ ഉൾപ്പെടെ റീൽസ് ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം വന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ അന്തിയുറങ്ങാൻ വീടില്ലാതെ ഓട്ടോറിക്ഷയിൽ കഴിയുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള 4 കുടുംബം. കോഴിക്കോട് നഗരത്തിലാണ് അനിലിന്റെയും കുടുംബത്തിന്റെയും ഓട്ടോ ജീവിതം. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി അനിലും ഭാര്യ രമ്യയും 8ഉം 4ഉം വയസ്സുള്ള കുട്ടികളുമാണ് 1.5 മാസമായി ഓട്ടോറിക്ഷയിൽ കഴിയുന്നത്. ഓട്ടോറിക്ഷയും സ്വന്തമല്ല, അനിലിന്റെ സുഹൃത്ത് ഓടിക്കാൻ നൽകിയതാണ്. വാടക വീടുകളിലായിരുന്നു വർഷങ്ങളായി താമസം. സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത ചിലവുകളും കൂട്ടിമുട്ടാതെ വന്നതോടെ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഞങ്ങൾ 11 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിപ്പം 1.5 മാസത്തോളമായി ഞങ്ങളിപ്പോൾ തെരുവിലാണ് കിടക്കുന്നത്. അത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് പണിയില്ലാണ്ട് വന്നപ്പോൾ വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ അവിടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എവിടെ കിടക്കേണ്ട എവിടെയാണെന്നൊന്നും അറിയാൻ മേലാതെ ഞങ്ങൾ 1.5 മാസം ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള വെയിറ്റിംഗ് റൂമിലൊക്കെയാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊന്നും അധിക ദിവസം നമ്മളൊന്നും അങ്ങനെ നിർത്തിയല്ല. 2 ദിവസം കഴിയുമ്പോൾ തന്നെ ചോദ്യം തുടങ്ങും. ഞങ്ങൾക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്, 4 ദിവസം ആയതേ ഉള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ 4 ദിവസമായിട്ട് ഞങ്ങളിപ്പോൾ ഈ ഓട്ടോയിലാണ് ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങുന്നതും എല്ലാം. പിന്നെ ഡെയിലി നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ റോഡിലാണ്, ഇപ്പോൾ ഈ ഓട്ടോയിലാണ് കിടന്നുറക്കവും താമസവും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ നിലവിലിപ്പോൾ എല്ലാവരും പറഞ്ഞു മേയറെയോ കളക്ടറെയോ കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പറഞ്ഞു. ഇന്നലെ പോയി കളക്ടറെ കണ്ടു. കളക്ടറെ കണ്ടിട്ട് കളക്ടർ പറയുന്നത് ഇവിടെ കളക്ടർക്ക് പരാതി കൊടുത്ത് പിന്നെ അവിടുന്ന് ഒരു എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറ് മോളോട് വർത്തമാനം പറഞ്ഞ്, അപ്പോൾ മോള് പറഞ്ഞ് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സാറേ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളോട് വന്ന് അന്വേഷിച്ച്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ഇങ്ങനെ സംഭവം. അപ്പോൾ അവർ അവിടെ ധർണ എന്തോ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ അവരോട് പോയി പറഞ്ഞ് പിന്നെ അപ്പം ഈ സാറേ കണ്ട് സാറെ വിളിച്ച് ഈ സാറ് ഇതിൽ ഇടപെട്ട് എല്ലാം ചെയ്ത്. 1.5 മാസമായി ഓട്ടോറിക്ഷയ്ക്കകത്താണ് ഇവരുടെ ജീവിതം. അനിൽ സവാരി പോകുമ്പോൾ രമ്യയും കുട്ടികളെയും വഴിയിൽ നിർത്തും. പൊതു ശൗചാലയങ്ങളെയും കുളിമുറികളെയും ആശ്രയിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുകളും ഒക്കെ ഉണ്ടെങ്കിലും സഹായം തേടിയുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. മദർ ഏലീഷ ഇനി വാഴ്ത്തപ്പെട്ടവൾ. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുന്ന പ്രഖ്യാപനം ആഘോഷപൂർവ്വം നടന്നു. ലയോ 14 ബാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തി. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക്ക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജിറല്ലി സന്ദേശം നൽകി. കർദിനാൾ ഡോക്ടർ ഒസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീഷായുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു. തുടർന്ന് മദറിന്റെ തിരുശേഷി ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൽത്താരയിൽ പ്രതിഷ്ഠിച്ചു. ദിവ്യബലിക്ക് ശേഷം ഏലീഷാമ്മയുടെ നൊവേര CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത പ്രകാശനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും വെൽഫെയർ പാർട്ടിയും സഹകരണം പരസ്യമായി പ്രഖ്യാപിക്കില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേതുപോലുള്ള പരസ്യ പ്രഖ്യാപനം ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായമാണ് മുന്നണിക്ക്.
പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് സഖ്യമാകാമെന്ന നിലപാടിലാണ് UDF നേതൃത്വം. ഇതോടെ പഞ്ചായത്ത് തലത്തിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാൻ തടസ്സമുണ്ടാവില്ല. നിലവിൽ മലപ്പുറം ജില്ലയിൽ മമ്പാട്, അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിൽ വെൽഫെയർ UDFുമായി സഹകരിച്ചാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും UDFുമായി പ്രഖ്യാപിത സഖ്യമുണ്ടാകില്ല. പക്ഷേ താഴെത്തട്ടിൽ ഒരുമിച്ച് തന്നെയാകും പ്രവർത്തിക്കുക. അതായത് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തെക്കൻ കേരളത്തിലും അതുപോലെ ഇടതുപക്ഷം എല്ലായിടത്തും വലിയ തോതിൽ പ്രചരണായുധമാക്കുകയും അത് ഒരുപക്ഷെ UDFന് തിരിച്ചടിയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സഖ്യ പ്രഖ്യാപനത്തിലേക്ക് പോകാത്തത്. മറിച്ച് താഴെത്തട്ടിൽ എന്ത് ചെയ്യണമെന്ന് കീഴ്ഘടകങ്ങൾക്ക് തീരുമാനിക്കാമെന്ന നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഓരോ പഞ്ചായത്തിലെയും സാഹചര്യം അനുസരിച്ച്, ഓരോ മേഖലയിലെയും സാഹചര്യം അനുസരിച്ച് അവിടെയുള്ള നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. വെൽഫെയറിന്റെയും നിലപാട് അതുതന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറത്ത് 2 പഞ്ചായത്തുകളിൽ ഇതിനോടകം മമ്പാടും അങ്ങാടിപ്പുറത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വാർഡിൽ വെൽഫെയറിനെ UDF പിന്തുണയ്ക്കുന്നു, മറ്റിടങ്ങളിൽ വെൽഫെയർ UDFന് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നു. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ തന്നെ നിലമ്പൂരിൽ ഒരു പ്രഖ്യാപിത സഖ്യ പ്രഖ്യാപനം ഉണ്ടായത് വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരം വിമർശനങ്ങൾ വലിയ തോതിൽ തന്നെ LDF നടത്തിയാൽ ദോഷമുണ്ടായേക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്, മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് UDFും വെൽഫെയറും പോകാത്തത്. പക്ഷേ അവർ താഴെത്തട്ടിൽ ഒരുമിച്ച് തന്നെയാകും പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് അറിയുന്നത്. അത് താഴെത്തട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനമാകും എന്ന നിലപാടാണ് നേതൃത്വങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം പിടിക്കാൻ SDPI 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണം ഒരു റൗണ്ട് പൂർത്തിയാക്കി. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ ഇത്തവണ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പേ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് SDPI. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ വിജയിച്ച സാഹചര്യത്തിൽ 20 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാണ് SDPIയുടെ നീക്കം. അവകാശങ്ങൾ അർഹരിലേക്കെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണ വോട്ട് തേടുന്നത്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 20 വാർഡുകൾക്ക് പുറമെ മഞ്ചേശ്വരം ബ്ലോക്കിലെ കുഞ്ചത്തൂർ, മഞ്ചേശ്വരം, ബെഡാജെ ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലെ ബോർക്കാടി, മഞ്ചേശ്വരം ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് SDPIയുടെ തീരുമാനം. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ ജയസാധ്യതയുണ്ടെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. വീട് കയറിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണം 1ാം ഘട്ടം പൂർത്തിയായി. ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളായ 80% ആൾക്കാരും SDPI അധികാരത്തിലേക്ക് വരണമെന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം. ഞങ്ങൾ 20 വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്രാവശ്യം ഞങ്ങൾ അധികാരത്തിലേക്ക്, മഞ്ചേശ്വരം പഞ്ചായത്ത് SDPI അധികാരത്തിലേക്ക് എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. അവർ പല രീതിയിലും പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവരവരുടെ വാർഡുകളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വാർഡിൽ, ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക്, ഇവിടെ 40 വർഷക്കാലം ഭരിച്ചവരെ കൃത്യമായി അവരുടെ ഭരണപരാജയങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിലുടനീളം പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും സജീവമാണ്. മറ്റു വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ കളം പിടിക്കാനാണ് SDPI ശ്രമിക്കുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്തായ മഞ്ചേശ്വരത്ത് തുടർച്ചയായി 32 വർഷം UDFനായിരുന്നു ഭരണം. 21 സീറ്റിൽ UDFന് 8ഉം BJPക്ക് 7ഉം LDFന് 4 അംഗങ്ങളുമാണുള്ളത്. BJP പിന്തുണയോടെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ന്യൂസ് 18 കാസർഗോഡ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം നാളെ അവസാനിക്കും. 1ാം ഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് 2ാം ഘട്ട പ്രചാരണത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ യുവാക്കളെ ഗുണ്ടകളാക്കി മാറ്റാനാണ് RJD ശ്രമിക്കുന്നതെന്ന് സീതാറാമഠിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ബീഹാറിലെ മത്സ്യബന്ധന മേഖല വളർന്നത് NDA സർക്കാരിന് കീഴിലാണ്. എന്നാൽ ഇപ്പോൾ ചിലർ സംസ്ഥാനത്തെ കുളങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയാണെന്നും മോദി പരിഹസിച്ചു. RJD के मंचों पर मासूम बच्चों से कहलवाया जा रहा है। क्या कहलवाया जा रहा है? वो बच्चे कह रहे हैं उन्हें रंगदार बनना है, रंगदार बनना है। आप मुझे बताइए, बिहार का बच्चा रंगदार बनना चाहिए या डॉक्टर बनना चाहिए? रंगदार बनना चाहिए या डॉक्टर बनना चाहिए? क्या हम हमारे बच्चों को रंगदार बनने देंगे?
क्या रंगदार बनाने वालों को जीतने देंगे? बिहार का बच्चा रंगदार नहीं बन सकता। अब हमारा बच्चा इंजीनियर बनेगा, डॉक्टर बनेगा, एडवोकेट बनेगा, अदालत में जज बनेगा। മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ സമരം പോലെയാണ് മോദി സാമ്രാജ്യത്വത്തിനെതിരെ കോൺഗ്രസിന്റെ പോരാട്ടമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. 10,000 രൂപ നൽകി സ്ത്രീകളുടെ വോട്ട് വിലയ്ക്ക് വാങ്ങാനാണ് ബിജെപി ശ്രമമെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. मोदी जी समझते हैं कि आपको झूठे वादे देकर आपको 10,000 रुपए पकड़ाकर वोट ले लेंगे आपका। मोदी जी सोचते हैं कि 20 सालों से इनकी सरकार चली है, बिहार में महिलाओं के लिए कुछ नहीं किया। अरे सुरक्षा भी नहीं दे पाए। महिलाओं पे अपराध 3 गुना बढ़ गया है, 3 गुना महिलाओं और बच्चों पे। आज बहन तुम बाहर जाती हो तो घबराहट होती है कि नहीं? 122 മണ്ഡലങ്ങളിലേക്ക് ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. അതിനിടെ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സമസ്തിപൂർ ജില്ലയിൽ റോഡരികിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തി. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലായതോടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ കപ്പ് ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കളിച്ച 3 മത്സരങ്ങളിൽ 2ലും ജയിച്ചാണ് ടീം ഇന്ത്യ തിളങ്ങിയത്. അഭിഷേക് ശർമ്മയാണ് പരമ്പരയിലെ താരം. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ തുടർച്ചയായ 3ാം T20 പരമ്പര ജയമാണിത്. നേരത്തെ നടന്ന ഏകദിന മത്സരങ്ങളിൽ 2-1 ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ പരമ്പര നേടിയിരുന്നു. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക് സംഘർഷ് സമിതി കേരളയുടെ 3ാം വാർഷിക പൊതുയോഗം വിപുലമായ ചടങ്ങുകളോടെ തിരുവനന്തപുരത്ത് നടന്നു. പൊതുയോഗം ഡോക്ടർ ബി സന്ധ്യ IPS ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈറ്റനർ ജോർജ് NT അധ്യക്ഷനായിരുന്നു. വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനും ക്ഷേമ പ്രവർത്തനത്തിനും പ്രവർത്തിക്കുന്ന സംഘടനയായ PSSSK 3ാം വാർഷിക പരിപാടിയാണ് ആഘോഷിച്ചത്. ഇറങ്ങുമ്പോൾ തന്നെ താമസിച്ചു. അപ്പോൾ വഴി പിന്നെ വൈകിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ ആളുകൾ വരുള്ളൂ. വഴിയിൽ തന്നെ ചെറുപ്പക്കാര് സ്വർണ്ണ വില നിരക്കുകൾ കൂടി.